നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരമുറി അനുവദിക്കണമെന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ്. 72 വർഷത്തെ ചരിത്രത്തിൽ ക്യാമ്പസിൽ ഇത്തരമൊരു ആവശ്യമുണ്ടായിട്ടില്ല. ഇത്രയും കാലം പുലർത്തിപ്പോന്ന നിലപാട് തന്നെ കോളേജ് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരമുറി അനുവദിക്കണമെന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് പറഞ്ഞു. കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത്. നിർമ്മല കോളേജ് എന്ന ഈ കലാലയത്തിന് നാളിതുവരെ പൊതുസമൂഹം നൽകി വന്നിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യ സ്പർദ്ധ വളർത്തുവാൻ ഇടയാകരുത് എന്ന് വിനയപൂർവ്വം പൊതുസമൂഹത്തോട് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിർമ്മല എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണം ഇതിൻ്റെ നിലപാട് ശക്തമാണ്, വ്യക്തമാണ്, സുതാര്യമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്ര കേരളത്തിലും അതോടൊപ്പം ഭാരതത്തിന് പുറത്തുമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും അന്വേഷിക്കുകയും ഈ അഭിപ്രായത്തെ പിന്താങ്ങുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവും പൊതുസമൂഹം ഇത് അംഗീകരിക്കുന്നു. ഇത് തന്നെയായിരിക്കണം പൊതുസമൂഹത്തിൻ്റെയും നമ്മുടെയും നിലപാട് എന്ന് ഉറക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമ സുഹൃത്തുക്കൾ പൊതുസമൂഹത്തിന്റെ സ്വരം എന്ന നിലയിൽ നിങ്ങളുടെ എത്തിയിരിക്കുന്നത്. തെറ്റായ പ്രചരണത്തിലൂടെ മതസ്പർദ്ധയുണ്ടാക്കുന്ന നടപടികൾ ഒഴിവാക്കണം. പ്രാർത്ഥനാമുറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കത്ത് നൽകിയിരുന്നു. 72 വർഷത്തെ ചരിത്രത്തിൽ ക്യാമ്പസിൽ ഇത്തരമൊരാവശ്യമുണ്ടായിട്ടില്ല. ഇത്രയും കാലം പുലർത്തിപ്പോന്ന നിലപാട് തന്നെ കോളേജ് തുടരും. വിദ്യാർത്ഥികൾ പെട്ടെന്നുള്ള ഒരു പ്രതികരണമെന്നോണമാവാം പ്രതിഷേധിച്ചത്. കുട്ടികൾക്കെതിരായ അച്ചടക്ക നടപടികൾ ആലോചിക്കാനുള്ള സമയമല്ല ഇത്. കുട്ടികൾ നിർമ്മലയിലെ കുട്ടികളാണെന്നും അവരെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവരുടെ പെട്ടെന്നുള്ള പ്രകോപനത്തിനായിരിക്കാം, പക്ഷെ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു നിലപാടുകളോട് പൊതുസമൂഹം സൂക്ഷിക്കുന്ന ഒരു ജാഗ്രത, അതാണ് ഇത്തരത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ജനം ഒരിക്കലും ഇത് ആഗ്രഹിക്കുന്നില്ല, പൊതുസമൂഹം ഇതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം ഈ പ്രശ്നത്തോട് വളരെ ക്രിയാത്മകമായി പൊതുസമൂഹം പ്രതികരിക്കുന്നു. ഈ നിലപാടുകൾ നിർമ്മല കോളേജ് എടുത്ത നിലപാടുകൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് വ്യക്തമാണ്, അത് ശക്തമാണ്, അത് സുതാര്യമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ. അതിനോട് അവർ സഹകരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അവർ പിന്താങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രതിഷേധങ്ങൾ കോളേജിനോ അതല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ഹാനികരമാകുന്ന നിലപാടുകൾ ഉണ്ടാകുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് കോളേജിൽ വ്യക്തമായിട്ടുള്ള ധാരണയും നിലപാടുണ്ട്. അപ്പോൾ അതിൻ്റെ രീതികൾ അതിനനുസരിച്ച് അച്ചടക്ക നടപടികൾ അങ്ങനെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോളേജിലെ സമിതികൾ ആലോചിക്കുകയും അതിനകത്ത് തീരുമാനമെടുക്കുകയും അത് കുട്ടികളെ അറിയിക്കുകയും ചെയ്യുന്നു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.